മക്കളെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ആന്ധ്രക്കാരുള്ള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കാരപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ ഒക്കെ വെച്ച് കഴിക്കാൻ പറ്റും. കാറ്റ് കൊള്ളാതെ വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഭദ്രമായിട്ട് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റും. അതിനെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. മക്കൾ, അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കിലോ എല്ലില്ലാത്ത കോഴി ഇറച്ചിയാണ് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് മസാല കൂട്ടി വെക്കാം. ഇത് പൊരിച്ചെടുക്കാൻ ഒരുപാട് മസാല ഒന്നും വേണ്ട, കുറച്ച് മസാല മതി. നമ്മൾ സാധാ പൊരിക്കുന്നത് പോലെ. ഞാൻ അതിന് വേണ്ടി ഇതിൽ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂണിൻ്റെ താഴത്ത്. ഇനി നമുക്കതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടമൊന്ന് മിക്സാക്കി വെക്കാം. മസാലയും മുളക് പൊടി എല്ലായിടത്തും പെടുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കുഴച്ച് വെക്കാം. ഇങ്ങനെ മിക്സാക്കി വെക്കുമ്പോൾ ഇറച്ചിയിലൊക്കെ നന്നായിട്ട് നമ്മളിട്ട മസാലയും ഉപ്പും അതിൽ പിടിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ എല്ലായിടത്തും മസാലയൊക്കെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പെട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 10-15 മിനിറ്റ് ഇവിടെ നമുക്ക് വെക്കാം. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. മക്കളെ, ഇനി നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊരിച്ചെടുക്കണം ഉള്ളി, അതിനാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ചിപ്സ് പോലെ പൊരിച്ച് ചിലിന്നാവണവരെ പൊരിക്കുമല്ലോ, അതേപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് അങ്ങ് പൊരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായി പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നുകൂടി ഗോൾഡൻ കളറാവട്ടെ, അപ്പോഴാണ് നല്ല ചിലിന്ന് മൊരിഞ്ഞ് വരുള്ളൂ. ഇത് കണ്ടില്ലേ മക്കളെ, ഈ ഒരു പാകമാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. എല്ലാതും കോരിയെടുക്കാം. ഇനി നമ്മുടെ ഉള്ളി പൊരിച്ചു കഴിഞ്ഞാൽ ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയതായത് കൊണ്ടാണ് ഞാൻ ഒരു കുടം എടുത്തത്. ഇനി വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ഗോൾഡൻ കളർ വേവുന്നവരെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. ഇത് നമുക്ക് ഈ പൊരിച്ച ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 4 വറ്റൽ മുളക് ഇടുന്നുണ്ട്, അതുകൂടി പൊരിച്ചെടുക്കാം. വറ്റൽ മുളകൊക്കെ വേഗം ആവും കേട്ടോ. നമ്മൾ വറ്റൽ മുളക് ഇങ്ങനെ പൊരിക്കുമ്പോഴേ ചില വറ്റൽ മുളക് പൊട്ടിത്തെറിക്കും. അത് ശ്രദ്ധിച്ചിട്ട് വേണം പൊരിക്കാൻ കേട്ടോ. ഇതും ആയിക്കഴിഞ്ഞ്, അപ്പം നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. ഈ കരിവേപ്പിലയുടെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. ഇതിങ്ങനെ മുരിഞ്ഞിട്ടുണ്ട്, ഇത് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഈ പൊരിച്ച ഉള്ളിയിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മേലേക്ക് ഇടണ്ട, നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ചിക്കൻ പൊരിക്കുമ്പോഴേ ലേശം മൊരിഞ്ഞ് കട്ടിയാവണവരെ വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരാഴ്ചയൊന്നും ഇരിക്കില്ല. നമ്മൾ നല്ല പോലെ കട്ടിയായിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ വെച്ചിട്ടെടുക്കാൻ പറ്റും. ഇത് നല്ല പൊരിഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ ഇറച്ചി ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
കണ്ടില്ലേ ഒരു ഗോൾഡൻ കളറായി വരുന്നത്. ഇനി ഇത് ഈ വശം കൂടി ഇതേപോലെ പൊരിഞ്ഞു വരട്ടെ. മക്കളെ, നമ്മുടെ ഇറച്ചി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഇറച്ചി മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഇറച്ചീനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അധികം അരച്ചെടുക്കണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി പൊരിച്ച് വെച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഇതേപോലെ ചതച്ച് കൊണ്ടുവരാം. ഇതേപോലെ ഇപ്പം നമ്മൾ പൊരിച്ച ഉള്ളിയും ഇറച്ചിയും എല്ലാം പാടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. ഇതിൽ നമുക്ക് 1 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒരു കളർ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. മക്കളെ, ഇറച്ചിയിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി അരച്ച് കൊണ്ടുവരാം. അപ്പം മക്കളെ, നമ്മുടെ ചിക്കൻ കാരപ്പൊടി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, കണ്ട. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരപ്പൊടി ഉണ്ടാക്കാനുള്ള പണി. മക്കളെ, ആന്ധ്രക്കാരിലെ കാരപ്പൊടി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. അവർ മാത്രം കഴിച്ചാൽ പോരല്ലോ, നമ്മളും കൂടി ഇത് കഴിച്ചു നോക്കണ്ടേ. ഇപ്പോൾ ഇത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഒരു ദോശ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കുറച്ചും കൂടി കൊണ്ടുപോയി അത് തൊട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.